ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർഗൻസ സാരിയിൽ പെയിന്റിങ്ങും അതുപോലെ തന്നെ എംബ്രോയിഡറി ചെയ്തും കണ്ടു. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മെയിലിൽ കാർഡിലും വരുന്നതായിരിക്കും. അപ്പൊ ആ ഓർഗൻസ അന്ന് കാണിച്ച ഓർഗൻസ സോഫ്റ്റ് ഓർഗൻസയായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സോഫ്റ്റ് ഓർഗൻസയും അതുപോലെ തന്നെ സിൽക്ക് ഓർഗൻസയും ആയിട്ടുള്ള വ്യത്യാസമാണ്. അതുപോലെ തന്നെ സിൽക്ക് ഓർഗൻസയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ ഈ സാരി കസ്റ്റമൈസ്ഡ് ഓർഡർ ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് വേണം, സിൽക്ക് ഓർഗൻസയിൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഏത് ഷെയ്ഡ്സ് നിങ്ങൾ പറയുന്ന ഷെയ്ഡ്സ് ഡൈ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ഡിസൈൻ, ഏത് ഡിസൈൻ ആയിക്കോട്ടെ അത് നമ്മൾ ചെയ്തു തരുന്നത്. പെയിന്റിങ് ആണെങ്കിൽ പെയിന്റിങ്, അതല്ല എംബ്രോയിഡറി ഷാഡോ വർക്ക് ആണെങ്കിൽ ആ ഒരു പാറ്റേണും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മിനിമം ഈ ഒരു മെറ്റീരിയൽ വരുന്നത് വൈറ്റ് കളറിലായിരിക്കും. അപ്പോൾ ഡൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും, പ്ലസ് എംബ്രോയിഡറിയുടെ സമയമാണ് എടുക്കുന്നത്. അപ്പം മിനിമം ഒരു 2 months എങ്ങാലും നമുക്ക് വേണ്ടി വരും ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ ഡൈ ചെയ്തെടുക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. അത് ഇവിടെയല്ല നമ്മൾ ഡൈ ചെയ്യണം, നമ്മൾ പുറത്ത് കൊടുത്ത് ഡൈ ചെയ്യിച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പം അതിന് കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ 2 months പറയുന്നത്. ചിലപ്പം ബിഫോർ 2 months നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്ത് കിട്ടും. അപ്പം അതൊരു ടൈം ലിമിറ്റ് ഞാൻ ഒരു കുറച്ച് ഗ്യാപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തിന് പറഞ്ഞ സമയത്ത് കിട്ടിയില്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാകും. അതാണ് 2 months ഞാൻ പറയുന്നത്. അപ്പം ഇന്ന് നമുക്ക് ആദ്യം തന്നെ ആ 2 സാരിയിലും വ്യത്യാസം കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മറ്റേ സാരിയിൽ എംബ്രോയിഡറി ചെയ്തത് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ച കണ്ട സോഫ്റ്റ് ഓർഗൻസ കണ്ടു നോക്കാം. സോഫ്റ്റ് ഓർഗൻസ ഇതാണ് ഒരു കളർ, മാവ് കളറാണ്. അതിൻ്റെ പല ലൈറ്റ് ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇത് മാവ് കളർ ഓർഗൻസയാണ്. ഈ ഓർഗൻസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വളരെ ഓർഗൻസ എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ്. ഈ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലിനകത്ത് നമ്മളിപ്പോൾ ഉടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒത്തിരി ഫ്ലോയി അല്ല, ഇങ്ങനെ ഞെറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങ് നല്ല രീതിയിൽ ഇരുന്നോളും, ഇങ്ങനെ ഊർന്നൂർന്ന് പോരത്തില്ല. പിന്നെ ഇതിന് അധികം കോസ്റ്റ്ലി ആയിട്ടുള്ളതല്ല, മീറ്ററിന് 150 per meter ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇപ്പം ഒത്തിരി എക്സ്പെൻസീവ് അല്ല, നമുക്ക് ഓർഗൻസ ആണ് താനും. അതിൻ്റെ ആ ഓർഗൻസയുടെ ഫിനിഷിങ് നമുക്ക് കിട്ടും, ഫ്ലോയി ആയിട്ട് കിടക്കും, ട്രാൻസ്പെറൻ്റ് ആണ്. വർക്ക് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ലുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. ഷാഡോ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇത് സോഫ്റ്റ് ഓർഗൻസ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സിൽക്ക് ഓർഗൻസയാണ്. സിൽക്ക് ഓർഗൻസ വന്നിട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് ഒരു കളർ പറയുകയാണെങ്കിൽ സാൽമൺ പിങ്ക് കളറാണ്. എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. അതിൻ്റെ അത് നമ്മൾ നിറച്ചും ഷാഡോ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഓർഗൻസ സിൽക്ക് ഓർഗൻസ, പ്യുവർ സിൽക്ക് ഓർഗൻസയാണ്. അത് കുറച്ചും കൂടെ ഫ്ലോയി ആയിട്ട് നമ്മൾ കുത്തി അഴിച്ചിടുവാണെങ്കിൽ ഇങ്ങനെ ഒഴുകി ഇരിക്കത്തില്ല. ഞെറിഞ്ഞ് കുത്തിയാൽ ഇരുന്നോളും, എന്നാലും കുറച്ചും കൂടെ ഡിസൈനൊക്കെ വരയ്ക്കാൻ ഈ ഒരു മെറ്റീരിയലിൽ ഭയങ്കര പാടാണ്. നമ്മൾ ഡിസൈൻ അടിയിൽ വെച്ചിട്ട് വരയ്ക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വരച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ സിൽക്ക് ഓർഗൻസ. ഡിസൈൻ വരച്ചെടുക്കാനും അതുപോലെ തന്നെ ഫ്രെയിം ഇട്ട് തയ്ക്കാനും ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതേസമയത്ത് ഈ ഒരു ഓർഗൻസ സോഫ്റ്റ് ഓർഗൻസ ആണെങ്കിൽ അങ്ങനെ തെന്നി പോകത്തില്ല, നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്. ഇത് 2 മെറ്റീരിയലും പിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് കുറച്ചും കൂടെ സ്മൂത്താണ്, ഇത് സ്മൂത്ത് അല്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടെ ഒരു പേപ്പർ എഫക്റ്റ് പോലെയുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് ഇങ്ങനെ കുറച്ചും കൂടെ ഫ്ലോയി ആയിട്ട്, പേപ്പർ സിൽക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സിൽക്ക് എഫക്റ്റ് ആണ് നമുക്ക് ഈ ഒരു സാരിയിൽ വരുന്നത്. അപ്പം ഇത് ഇതിനാണെങ്കിൽ ജെറി ഒരു കുഞ്ഞ് ഒരു ജെറി വരുന്നുണ്ട്, ഒരു ഗോൾഡൻ ജെറി ലൈൻ പോലെ ബോർഡറിൽ കൂടെ 2 സൈഡിലും ബോർഡറിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ പെർ മീറ്റർ 700+ rupees ആണ് പെർ മീറ്റർ വരുന്നത്. 700-800 ആ ഒരു റേഞ്ചാണ് പെർ മീറ്റർ വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് നല്ല എക്സ്പെൻസീവ് ആണ്. സാരി ആകുമ്പോൾ തന്നെ ഒരു 6000-7000 റേഞ്ചിലാണ് സാരി ഡൈ ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ വരുന്നത്. പ്ലസ് എംബ്രോയിഡറി ആയിരിക്കും ഈ സാരിക്ക് വരുന്നത്. അതേസമയത്ത് ഇതിന് 150 per meter ഉള്ളൂ. അപ്പോൾ ഭയങ്കര ചീപ്പാണ് ഈ ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസ. ഇത് സിൽക്ക് ഓർഗൻസ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്ക് കണ്ടു നോക്കാം. ഇതിൻ്റെ മുന്താണി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് സാരിയുടെ. അതുപോലെ തന്നെ നല്ല കളർ കോമ്പിനേഷനുമാണ് ത്രെഡിൻ്റെ അടുത്ത് ചൂസ് ചെയ്തേക്കുന്നത്.
യെല്ലോയിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണിയിൽ നിറച്ചും ബോർഡർ ഫുള്ളും ഇതുപോലെ ഡിസൈനിങ് വന്നിട്ടുണ്ട്. എന്നിട്ട് ബോർഡർ ഫുള്ള് ഇതുപോലെ ഡിസൈനിങ് വന്നിട്ട് ബോഡി പോർഷനിൽ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് തയ്ച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ ഫുൾ ബോർഡറും പ്ലീറ്റ്സിൻ്റെ അവിടെയും രണ്ട് സൈഡിലും കാണുന്ന പോർഷൻ ഫുള്ളും ഇതുപോലെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ തമ്മിലുള്ള വ്യത്യാസം 7 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ അടുത്ത ലെയർ വന്നേക്കുന്നത്. ഒരു ലെയർ കഴിഞ്ഞ് അടുത്ത ലെയർ, ഒരു ലെയറിൽ 3 ഫ്ലവർ വെച്ചിട്ടാണ് നമ്മൾ ബോഡി പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. ഇത് ഷാഡോ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഫുള്ളും. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഷാഡോ വർക്കിൻ്റെ. ഇങ്ങനെ ലീവ്സും സ്റ്റെംസും സ്റ്റെം മാത്രം സ്റ്റെം സ്റ്റിച്ച്, ബഡ് കൊടുത്തേക്കുന്ന സാറ്റിൻ സ്റ്റിച്ചാണ്. പിന്നെ പെറ്റൽസും അതുപോലെ തന്നെ ലീവ്സും ഷാഡോ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം 3 സ്ട്രാൻഡ്സിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇച്ചിരി പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 3 സ്ട്രാൻഡ്സിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ രണ്ട് സൈഡിൽ ഇതുപോലെ ഷാഡോ വർക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വയറിൻ്റെ അവിടെ ഫ്രണ്ടിൽ വളഞ്ഞു പോകുന്ന ആ പോർഷനിൽ വരെ ഇതുപോലെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം മുന്താണി മുതൽ ബോഡി പോർഷനിൽ വളഞ്ഞു വരുന്ന അവിടെ വരെ ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ 18 ഡിസൈൻസ് ആണ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പിന്നെ ബോഡി പോർഷനിലൊക്കെ ഇതുപോലെ പോയിട്ട് ബോട്ടം പ്ലീറ്റ്സിലൊക്കെ ഫുൾ സാരി ഇതുപോലെ തന്നെയാണ് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ബോട്ടം പ്ലീറ്റ്സിലാണ്. ബോട്ടം പ്ലീറ്റ്സിലും ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലീറ്റ്സിൽ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് ഇങ്ങനെയായിട്ടാണ് നമ്മൾ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. 2 താഴെ 1 മേലിൽ അങ്ങനെയായിട്ടാണ് ബോട്ടം പ്ലീറ്റ്സിൽ നമ്മൾ ഈ സ്കാറ്റർ ചെയ്ത് തയ്ച്ചിരിക്കുന്നത്. ഇതാണെങ്കിൽ 9 ഡിസൈൻസ് ആണ് ബോട്ടം പ്ലീറ്റ്സിൽ സ്കാറ്റർ ചെയ്ത് തയ്ച്ചിരിക്കുന്നത്. അപ്പം ബോട്ടം പ്ലീറ്റ്സിലും മുന്താണി തൊട്ട് ഫ്രണ്ടിൽ ആ വളഞ്ഞ് വന്ന അവിടം വരെയാണ് ഇതുപോലെ സ്കാറ്റർ ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു സാരിയിലാണെങ്കിൽ 125 ഡിസൈൻസ്, ഫ്ലവർ ഡിസൈൻസ് ഉണ്ട്. 125 ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ സ്റ്റെമ്മും ബഡ്സ് ഒക്കെ വേറെ. അങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇനി ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം ഇത് ഉടുത്ത എങ്ങനെയാണ് ഇരിക്കുന്നേ എന്നുള്ളത്. അപ്പോൾ ഈ സാരി ഉടുത്ത ഇതുപോലെയാണ് വരുന്നത്. ബോർഡറിൽ ഇതുപോലെ ഡിസൈനിങ് വരും. ഇപ്പുറത്തെ സൈഡിലും ഡിസൈനിങ് ഉണ്ട്. ചെസ്റ്റിൽ ഫ്രണ്ടിൽ ഇവിടെ പ്ലീറ്റ്സിൽ ചെസ്റ്റ് പോർഷനിലൊക്കെ ഇത് ഇതുപോലത്തെ ബോഡി പോർഷനിൽ ഇതുപോലെ ഡിസൈൻ നമുക്ക് കാണാം. വളഞ്ഞു പോണ ഇവിടം വരെ നമുക്ക് ബോഡിയിൽ ഡിസൈനിങ് ഉണ്ടാകും. പിന്നെ ബോട്ടം പ്ലീറ്റ്സിൽ വരുവാണെങ്കിൽ ഇത് ഇതുപോലെ സ്കാറ്റർ ചെയ്താണ് ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. ബോർഡറും ഇതുപോലെ തന്നെ നല്ലോണം ഡിസൈൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സെയിം ബ്ലൗസ് പീസ് ആണ് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ പിങ്ക് തന്നെ നല്ലോണം ഈ ഓർഗൻസയുടെ തന്നെ പിങ്ക് ബ്ലൗസ്, ഈ സാമൻ പിങ്ക് ബ്ലൗസ് തന്നെ ഇട്ടിട്ട് നല്ല ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പാർട്ടി വെയർ തന്നെയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം വരുന്നത്. ഇതിൻ്റെ അകത്ത് ബോഡി പോർഷൻ ഞാൻ കാണിച്ചു തന്നവരെ ഇതുപോലെ ഇവിടം വരെ വർക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഒരു സാരി വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ പറയുന്ന ഏത് കളർ ആയാലും നമ്മൾ ഡൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻഡിൽ ദെൻ ബൈ.